അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഓരോന്നും ആരെയൊക്കെയാണ് ഹീറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ഇത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ചിലപ്പോൾ വരാം, ഡൗട്ട് വരാറുണ്ട്. ആ ഡൗട്ട് ഒഴിവാക്കാനായിട്ടാണ് ഞാനൊരു ടിപ്പ് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഒരു കീവേഡ് ആണ്, സീസ്വ. എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. പവർ സിസ്റ്റത്തിലെ സ്റ്റീം പവർ പ്ലാന്റ് അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഏരിയയിൽ നിന്ന് മിക്കവാറും എല്ലാ കേരള PSC എക്സാംസിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഈസി മെത്തഡ് അല്ലെങ്കിൽ ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു മെമ്മറി ടിപ്പും ഞാൻ ഇതിൽ പറയുന്നുണ്ടായിരിക്കും. സോ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡിവൈസ് ഹീറ്റ്സ് ദ ഫീഡ് വാട്ടർ ഓൺ ഇറ്റ്സ് വേ ടു ബോയിലർ by deriving the heat from the flue gas in the steam power plant? അതായത് ബോയിലറിലോട്ട് പോകുന്ന ഫീഡ് വാട്ടറിനെ ഫ്ലൂ ഗ്യാസിൽ നിന്നുള്ള ഹീറ്റ് യൂസ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുന്നത് ഏത് ഡിവൈസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: എയർ പ്രീ ഹീറ്റർ, എക്കണോമൈസർ, സൂപ്പർ ഹീറ്റർ, ഫീഡ് വാട്ടർ ഹീറ്റർ. സോ മിക്കവാറും എല്ലാവർക്കും ഈ ഒരു ഏരിയ കൺഫ്യൂഷൻ വരുന്നതാണ്. സോ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെമ്മറി ടിപ്പ് ഞാൻ പറയാം. അതിനു മുന്നേ നമുക്ക് എന്താണ് സ്റ്റീം പവർ പ്ലാന്റ്, അതുപോലെ എന്താണ് ഈ എയർ പ്രീ ഹീറ്റർ, എക്കണോമൈസർ, സൂപ്പർ ഹീറ്റർ എന്നൊക്കെ നോക്കാം. സോ തെർമൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ സ്റ്റീം പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂവലിൽ നിന്നുള്ള ഹീറ്റ് എനർജി യൂസ് ചെയ്തുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് സ്റ്റീം പവർ പ്ലാന്റിൽ നടക്കുന്നത്. അതായത് ഹീറ്റ് എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോ ഒരു ഫ്യൂവൽ ഉണ്ടായിരിക്കും. ആ ഫ്യൂവലാണ് നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഹീറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ എന്താണ്? സ്റ്റീം ഉണ്ടാക്കും നമ്മൾ. ആ സ്റ്റീമിന് യൂസ് ചെയ്തിട്ട് സ്റ്റീം ടർബൈൻ റൺ ചെയ്യും. ദെൻ ആ സ്റ്റീം ടർബൈൻ ജനറേറ്ററിനെ ഡ്രൈവ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എനർജി കിട്ടും. അങ്ങനെയാണ് നോർമലി ഒരു സ്റ്റീം പവർ പ്ലാന്റിന്റെ വർക്കിംഗ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു കോൾ ബേസ്ഡ് സ്റ്റീം പവർ പ്ലാന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ കോൾ ഉണ്ട്. ആ കോളിനെയാണ് നമ്മൾ ഹീറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കോളാണ്. സോ കോൾ യൂസ് ചെയ്തിട്ട് ഫർണസിൽ വെച്ചിട്ട് കോളിനെ ബേൺ ചെയ്യിപ്പിച്ചിട്ട് എന്തുണ്ടാവും, അല്ലെങ്കിൽ കമ്പസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റിനെ ബോയിലറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബോയിലറിലാണ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ബോയിലറിൽ വാട്ടറിനെ നമ്മൾ ബോയിൽ ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്ന് സ്റ്റീം കിട്ടും നമുക്ക്. ഓക്കെ, ആ സ്റ്റീമിനെ ഇവിടെ സൂപ്പർ ഹീറ്ററിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അത് നമുക്ക് പറയാം. ദെൻ ആ സ്റ്റീമിനെ സ്റ്റീം ടർബൈനിലോട്ട് കൊടുക്കും. ദെൻ ടർബൈൻ ആരെ ഡ്രൈവ് ചെയ്യിക്കും? ഓൾട്ടർനേറ്ററിനെ ഡ്രൈവ് ചെയ്യിക്കും. ഓൾട്ടർനേറ്ററിൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടും. ഇങ്ങനെയാണ് ഒരു സ്റ്റീം പവർ പ്ലാന്റിലെ വർക്കിംഗ് വരുന്നത്. സോ അതിന് മുന്നായിട്ട് നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ മൂന്ന് ആൾക്കാർ, അല്ലെങ്കിൽ ആ മൂന്ന് ആൾക്കാരിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ഫർണസിലോട്ട് നമ്മൾ കോള് കൊടുത്തു എന്ന് പറഞ്ഞു. കോളിനെ കമ്പഷൻ ചെയ്യിപ്പിക്കുകയാണ്. കോളിനെ കമ്പഷൻ ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഹീറ്റ് നമുക്ക് കിട്ടും. അവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, 1000 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആയിരിക്കും ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ആ ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വാട്ടറിനെ ബേൺ ചെയ്യിക്കുന്നത്. അതിൽ നമുക്ക് കുറച്ച് ഫ്ലൂ ഗ്യാസസ് ഉണ്ടാവും. അതായത് നമ്മളിപ്പോ വീട്ടില് അടുപ്പ് കത്തിക്കുമ്പോൾ ഫുഡ് വേവാനായിട്ടുള്ള ഹീറ്റ് നമുക്ക് കിട്ടും. ബാക്കി അതിൽ നിന്ന് പുക വരൂല്ലോ, ചിമ്മിനി വഴി, പുകക്കുഴൽ വഴി പുക വരും. ആ പുകയ്ക്കും അത്യാവശ്യം ചെറിയ ചൂടുണ്ടായിരിക്കും. അപ്പൊ ആ പുകേനെയാണ് ഫ്ലൂ ഗ്യാസ് എന്ന് പറയുന്നത്. ആ ഫ്ലൂ ഗ്യാസിന് ഇവിടെ എന്താ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. കാരണം ഇവിടെ 1000 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് ഫർണസിലെ ടെമ്പറേച്ചർ. അപ്പൊ അതുപോലെ തന്നെ ഫ്ലൂ ഗ്യാസിനും അത്യാവശ്യം ചൂടുണ്ടായിരിക്കും. സോ വെറുതെ ആ ഫ്ലൂ ഗ്യാസിനെ ചിമ്മിനി വഴി കളയുന്നതിന് പകരം ആ ഫ്ലൂ ഗ്യാസസിൽ നിന്നുള്ള ഹീറ്റിനെ യൂസ് ചെയ്യാണ് നമ്മൾ. എവിടെ? എയർ പ്രീ ഹീറ്ററിലും എക്കണോമൈസറിലും സൂപ്പർ ഹീറ്ററിലും ഈ ഫ്ലൂ ഗ്യാസിൽ നിന്നുള്ള ഹീറ്റിനെ നമ്മൾ യൂസ്ഫുൾ ഹീറ്റ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഓരോന്നിനും സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഈ എയർ പ്രീ ഹീറ്റർ എന്ന് പറയുന്ന ആള് എവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിനെ പ്രീ ഹീറ്റ് ചെയ്യും. ആ പേര് പറയുന്ന പോലെ തന്നെയാണ്, എയറിനെ ഹീറ്റ് ചെയ്യാനായിട്ടാണ്. എയർ എവിടെയാ വേണ്ടത്? ഫർണസില് കമ്പഷൻ നടക്കാനായിട്ട്, കോളിന്റെ കമ്പഷൻ നടക്കാൻ നമുക്ക് എന്ത് വേണം? എയർ വേണം, അല്ലെ? അപ്പൊ എയറിനെ പുറത്തുനിന്ന് എയറിനെ എടുക്കുന്നുണ്ട് ഈ ഫർണസിലോട്ട്. അപ്പൊ ആ വരുന്ന എയറിനെ ഒന്ന് ചൂടുള്ള എയർ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ എയറിനെ ചൂടാക്കാനായിട്ടുള്ള ഹീറ്റ് ഈ ഫർണസിൽ നിന്ന് എടുക്കേണ്ടി വരൂല, അല്ലെ? അല്ലെങ്കിൽ ഫർണസിൽ നിന്ന് എയറും കൂടെ ചൂടാക്കാനുള്ള ഹീറ്റ് എടുത്താൽ ഫർണസിന്റെ എഫിഷ്യൻസി കുറയൂലേ? അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട്
ഹീറ്റ് ചെയ്ത എയറിനെ, ഹോട്ട് എയറിനെ നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫർണസിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഹോട്ട് എയർ ആക്കുന്ന ആളാണ് എയർ പ്രീഹീറ്റർ. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കുന്ന എയറിനെ ഒന്ന് ഹോട്ട് എയർ ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഫർണസിലോട്ട് കൊടുക്കുന്നത്. അതാണ് എയർ പ്രീഹീറ്റർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ എയറിനെ ഹോട്ട് ആക്കാൻ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യാനായിട്ടുള്ള ടെമ്പറേച്ചർ ഹീറ്റ് എവിടുന്ന കിട്ടുന്നത്? ഈ ഫ്ലൂ ഗ്യാസിൽ നിന്നാണ് അവൻ ആ ടെമ്പറേച്ചറിന് എടുക്കുന്നത്. അപ്പൊ ഫ്ലൂ ഗ്യാസിൽ നിന്നുള്ള ഹീറ്റ് യൂസ് ചെയ്തിട്ട് എയറിനെ പ്രീ ഹീറ്റ് ചെയ്ത് ഹോട്ട് എയർ ആക്കി അവൻ ഇങ്ങോട്ട് കൊടുക്കും, ഫർണസിലോട്ട് കൊടുക്കും. ഓക്കെ ആണോ? ഈ ഫർണസിൽ അപ്പൊ ഹീറ്റ് ഉണ്ടായി, ആ ഫർണസിലെ ഹീറ്റ് ബോയിലറിലോട്ട് കൊടുക്കുകയാണ് ചെയ്യണേ. ബോയിലറിൽ വാട്ടറിന് ബോയിൽ ചെയ്യിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ബോയിലറിലോട്ട് വാട്ടർ വരുന്നുണ്ട് അല്ലെ? ആ വാട്ടറിനെയാണ് ബോയിൽ ചെയ്യുന്നത്. ഈ വരുന്ന വാട്ടർ കോൾഡ് വാട്ടർ അല്ലാതെ കുറച്ച് ഹോട്ട് വാട്ടർ ആണെങ്കിലോ, അപ്പൊ ബോയിലറിന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. കാരണം ബോയിലറിൽ ഓൾറെഡി വരുന്നത് ഹോട്ട് വാട്ടർ ആണെങ്കിൽ പിന്നെ ബാക്കി ഹോട്ട് ഹീറ്റ് അല്ലേ ബോയിലറിന് കൊടുക്കേണ്ടി വരുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ ഹോട്ട് വാട്ടർ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ബോയിലറിന്റെ എഫിഷ്യൻസിയും കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഹോട്ട് വാട്ടർ ആക്കുന്ന ആളാണ് എക്കണോമൈസർ. അതായത് പുറത്തുനിന്ന് വരുന്ന കോൾഡ് വാട്ടറിനെ എക്കണോമൈസറിൽ വെച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഹോട്ട് വാട്ടർ ആക്കിയിട്ടാണ് ബോയിലറിലോട്ട് വിടുക. അപ്പൊ ബാക്കി ഹീറ്റ് ആണ് ബോയിലറിന് കൊടുക്കേണ്ടി വരുള്ളൂ. എന്നിട്ട് സ്റ്റീം ആക്കി മാറ്റും വാട്ടറിനെ. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെ വാട്ടറിനെ പ്രീഹീറ്റ് ചെയ്യുന്ന ആളാണ് എക്കണോമൈസർ. ഓക്കെ ആയില്ലേ? ഇനി ബോയിലറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? സ്റ്റീം കിട്ടി. ആ സ്റ്റീമിനെ നേരെ ടർബൈനിലോട്ട് വിടുന്നതിന് പകരം ത്രൂ സൂപ്പർ ഹീറ്റർ ആണ് നമ്മൾ ടർബൈനിലോട്ട് വിടുന്നത്. സൂപ്പർ ഹീറ്റർ അപ്പൊ എന്താ ചെയ്യണേ? ഈ വരുന്ന സ്റ്റീമിനെ ഒന്നും കൂടെ ഹീറ്റ് ചെയ്യിക്കും. ഓക്കെ, അപ്പൊ ഹൈ ഹീറ്റ് ഉള്ള സ്റ്റീമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ടർബൈൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് നമുക്ക് പറ്റും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുന്ന സ്റ്റീമിനെ, ബോയിലറിൽ നിന്ന് വരുന്ന സ്റ്റീമിനെ ഒന്നും കൂടെ സൂപ്പർ ഹീറ്റ് ചെയ്യാനായിട്ടാണ് ആര് യൂസ് ചെയ്യുന്നത്? സൂപ്പർ ഹീറ്ററിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഹീറ്റും അവൻ എവിടെ നിന്ന് എടുക്കുന്നത്? ഈ ഫ്ലൂ ഗ്യാസിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഈ ഫ്ലൂ ഗ്യാസ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്ററിനും എക്കണോമൈസറിനും എയർ പ്രീ ഹീറ്ററിനും ഉള്ള ഹീറ്റ് കൊടുക്കുന്നുണ്ട്. ഓരോന്നിലും ആരൊക്കെ ഹീറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. എയർ പ്രീ ഹീറ്ററിൽ എയറിനെയാണ് ഹീറ്റ് ചെയ്യുന്നത്, എക്കണോമൈസറിൽ ഫീഡ് വാട്ടറിനെയാണ് ഹീറ്റ് ചെയ്യുന്നത്, സൂപ്പർ ഹീറ്ററിൽ സ്റ്റീമിനെയാണ് ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഓരോന്നും ആരെയൊക്കെയാണ് ഹീറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ഇത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ചിലപ്പോൾ വരാം, ഡൗട്ട് വരാറുണ്ട്. ആ ഡൗട്ട് ഒഴിവാക്കാനായിട്ടാണ് ഞാനൊരു ടിപ്പ് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഒരു കീവേഡ് ആണ്, സീസ്വ. സീസോ നമ്മൾ പറയില്ലേ, സീസോക്ക് പകരം സീസ്വാന്നാക്കാം. ഓക്കെ, SEA സീസോ എന്ന് പറയുമ്പോൾ നോർമലി SEE ഇങ്ങനെയാണ്, SAW എന്നാണ്. അതിന് പകരം സി കടൽ എന്നുള്ള അർത്ഥത്തിൽ സി എടുക്കുക. ദെൻ സീസ്വാന്നാണ്. ഓക്കെ, ഇതില് സി എന്ന് പറയുന്നത് എന്താണ്? സിയില് S ഈസ് ഫോർ സൂപ്പർ ഹീറ്റർ, E ഈസ് ഫോർ എക്കണോമൈസർ, A ഈസ് ഫോർ എയർ പ്രീ ഹീറ്റർ. ഓക്കെ, അപ്പൊ സിയില് S സൂപ്പർ ഹീറ്റർ, E എക്കണോമൈസർ, A എയർ പ്രീ ഹീറ്റർ. ഓക്കെ, സ്വാന്ന് ഓർക്കുക. S ഫോർ S, അതായത് സ്വാല് S എന്ന് പറയുന്നത് സ്റ്റീം, W എന്ന് പറയുന്നത് വാട്ടർ, A എന്ന് പറയുന്നത് എയർ. ഓക്കെ, അപ്പോ S for S, that is superheater for steam, economizer is for water, and air preheater is for air. So സീസ്വ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? സൂപ്പർ ഹീറ്റർ സ്റ്റീമിനാണ്, കൺഫ്യൂഷൻ വരില്ല. സൂപ്പർ ഹീറ്റർ വാട്ടറിനാണോ സ്റ്റീമിനാണോ എന്ന് ചോദിച്ചാൽ സൂപ്പർ ഹീറ്റർ S for S, സൂപ്പർ ഹീറ്റർ is for steam. Then E, economizer is for water, E for W, then A for A. ഈ ഓർഡറിൽ തന്നെയാണ്, അതായത് S for S, E for W, A for A. അപ്പോ സൂപ്പർ ഹീറ്റർ സ്റ്റീമിനാണ്, എക്കണോമൈസർ വാട്ടറിനാണ്, എയർ പ്രീ ഹീറ്റർ എയറിനെ ഹീറ്റ് ചെയ്യിക്കാനാണ്. സോ ഈ ഒരേ ഒരു കീവേഡ് നിങ്ങൾ ഓർക്കുക, സീസ്വ. ദെൻ അഗൈൻ ഈ കീവേഡ് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഈ സി എന്ന് പറയുന്നത് ഉണ്ടല്ലോ, സി എന്ന് പറയുന്നതിലെ S സൂപ്പർ ഹീറ്റർ, E എക്കണോമൈസർ, A എയർ പ്രീ ഹീറ്റർ. ഈ ഓർഡറിൽ തന്നെയാണ് ഫ്ലൂ ഗ്യാസസ് ഫ്ലോ ചെയ്യുന്നത്. ഫ്ലൂ ഗ്യാസ് ടു ചിമ്മിനി, ഫ്ലൂ ഗ്യാസ് ചിമ്മിനി കൂടെ പുറത്തോട്ട് പോകാണല്ലോ ചെയ്യണത്. അത് ഫ്ലോ ചെയ്യുന്നത് ഈ പാത്ത് തന്നെയാണ്. ആദ്യം സൂപ്പർ ഹീറ്ററിൽ കൂടെയാണ്, പിന്നെ എക്കണോമൈസറിൽ കൂടെയാണ്, പിന്നെയാണ് എയർ പ്രീ ഹീറ്ററിൽ കൂടെ പോകുന്നത്, എന്നിട്ടാണ് ചിമ്മിനി വഴി പുറത്തോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു ഓർഡർ ഓർക്കാനും നിങ്ങൾക്ക് സി എന്ന കീവേഡ് യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഫ്ലൂ ഗ്യാസ്, ഫർണസിൽ നിന്ന് ഫ്ലൂ ഗ്യാസ് വരുന്നു, ആ ഫ്ലൂ ഗ്യാസ് ആദ്യം പാസ് ചെയ്യുക സൂപ്പർ ഹീറ്ററിൽ കൂടെയാണ്. സൂപ്പർ ഹീറ്ററിൽ അവൻ ആരെ ഹീറ്റ് ചെയ്യും? സ്റ്റീമിനെ ഹീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ സൂപ്പർ ഹീറ്ററിൽ ഫ്ലൂ ഗ്യാസ് കടന്നു,
ദെൻ ആ ഫ്ലൂ ഗ്യാസ് പിന്നെ ഏതിൽ കൂടെ കടക്കുക? എക്കണോമൈസറിൽ കൂടെയാണ് കടക്കുക. സൂപ്പർ ഹീറ്റർ കഴിഞ്ഞാൽ എക്കണോമൈസറിൽ കൂടെ കടക്കും. എക്കണോമൈസറിൽ ആരെയാണ് ഹീറ്റ് ചെയ്യാവൻ? വാട്ടറിനെയാണ് ഹീറ്റ് ചെയ്യുക. ഓക്കെ, വാട്ടറിനെ ഹീറ്റ് ചെയ്തു. എക്കണോമൈസർ കഴിഞ്ഞാൽ ആ ഫ്ലൂ ഗ്യാസ് ഇനി എങ്ങടെ പോവാ? എയർ പ്രീ ഹീറ്ററിലോട്ട് പോവും. എയർ പ്രീ ഹീറ്റർ ആരെയാണ് ഹീറ്റ് ചെയ്യുക? എയറിനെയാണ് ഹീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എയറിനെ ഹീറ്റ് ചെയ്തു. ദെൻ ഫ്ലൂ ഗ്യാസ് എങ്ങോട്ട് പോവും? ചിമ്മിനി വഴി പുറത്തോട്ട് പോവും. അപ്പൊ ഫ്ലൂ ഗ്യാസിലുള്ള ഹീറ്റിനെ നമ്മൾ ഒരുവിധം കംപ്ലീറ്റ്ലി യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനെ ചിമ്മിനി വഴി പുറത്തോട്ട് കളയും. ഓക്കെ ആണോ? സോ ഇതാണ് ആ സൂപ്പർ ഹീറ്റർ, എക്കണോമൈസർ, എയർ പ്രീ ഹീറ്ററിൽ നടക്കുന്ന സംഭവം. ഓർത്തിരിക്കുക സി സ്വാ എന്ന കീവേഡ് കേട്ടോ. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. വിച്ച് ഡിവൈസ് ഹീറ്റ്സ് ഫീഡ് വാട്ടർ ഓൺ ഇറ്റ്സ് വേ ടു ബോയിലർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഫീഡ് വാട്ടർ ആണ് അല്ലെ. ഫീഡ് വാട്ടർ എന്ന് പറയുമ്പോൾ സീസ്വ എന്നുള്ള കീവേഡ് ഓർക്കുക. ഫീഡ് വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടർ ഈസ് ഫോർ വാട്ടർ എന്ന് പറയുമ്പോൾ ഡബ്ല്യു ആണ്. സ്വാലത്തെ ഡബ്ല്യു ഓർക്കുക. ഡബ്ല്യു എന്ന് പറയുമ്പോൾ കറസ്പോണ്ട്സ് ടു ഇ ഫോർ എക്കണോമൈസർ. സോ അവർ ആൻസർ ഈസ് എക്കണോമൈസർ. എക്കണോമൈസർ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഓർത്തിരിക്കാം, മറന്നു പോവാതെ നമുക്ക് ഇവിടെ ഓർത്തിരിക്കാം. ഇനി ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് നോക്കാം. സൂപ്പർ ഹീറ്റർ ഈസ് യൂസ്ഡ് ടു ഹീറ്റ്. സൂപ്പർ ഹീറ്റർ ആരെ ഹീറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡൗട്ട് വരരുത്. ഇനി ഏതാണ് നമ്മുടെ കീവേഡ് ഓർക്കുക? സീസ്വ. സൂപ്പർ ഹീറ്റർ എന്ന് പറയുമ്പോൾ എസ് ആണ് അല്ലെ. അപ്പോ എസ് ഫോർ അഗൈൻ എസ് എന്ന് പറയുന്ന അവിടുത്തെ എസ് എന്താണ്? സ്റ്റീം. എസ് ഫോർ എസ് ആണ്. സോ സൂപ്പർ ഹീറ്റർ ഈസ് ഫോർ സ്റ്റീം. സോ സ്റ്റീം ഈസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ റൈസിംഗ് ബോയിലർ എഫിഷ്യൻസി ഓഫ് തെർമൽ പവർ സ്റ്റേഷൻ? തെർമൽ പവർ സ്റ്റേഷന്റെ ബോയിലറിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഡിവൈസ് ആണ്? നമ്മൾ പറഞ്ഞു ബോയിലർ എന്ന് പറയുന്നത് വാട്ടറിനെ ബോയിൽ ചെയ്യിപ്പിച്ചിട്ട് സ്റ്റീം ആക്കുന്ന ആളാണ്. അപ്പൊ അവിടെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് വാട്ടർ ആണ്. അതിൽ നിന്ന് സ്റ്റീം നമുക്ക് കിട്ടും. ഓക്കെ, വാട്ടറിനെ ഹീറ്റ് വെച്ചിട്ട് ഫർണസിൽ നിന്ന് കിട്ടുന്ന ഹീറ്റ് വെച്ചിട്ട് ബോയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വരുന്ന വാട്ടർ കോൾഡ് വാട്ടർ അല്ലാതെ ഹോട്ട് വാട്ടർ ആണെങ്കിൽ ബോയിലറിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ആ ഹോട്ട് വാട്ടർ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി കൂട്ടാം. ഹോട്ട് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ഹോട്ട് വാട്ടർ. അപ്പൊ അഗൈൻ സ്വ എന്ന കീവേഡ് ഓർക്കുക. സ്വാലത്തെ ഡബ്ല്യു ആണ് വാട്ടർ. അപ്പൊ വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നത് ആരാ? എക്കണോമൈസർ ആണ് അല്ലെ. വാട്ടർ ഇവിടെയാണ് വരുന്നത്. വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്ന ആള് എക്കണോമൈസർ. സോ അവർ ആൻസർ ഈസ് എക്കണോമൈസർ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ ഒരു കീവേഡ് സീസ്വ എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. വേറൊരു ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.